ഹലോ ഫ്രണ്ട്സ്, ബ്ലോക്ക് പൾസിന്റെ പുതിയൊരു ലേണിംഗ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ ട്രേഡിംഗ് പഠിക്കാൻ തുടങ്ങുകയാണ്, അതും അടിത്തറ മുതൽ. നിങ്ങൾ ഒരു പുതിയ രാജ്യത്തേക്ക് പോകുമ്പോൾ ആദ്യം എന്താണ് പഠിക്കുക? അവിടുത്തെ ഭാഷ അല്ലേ? അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിലായാലും ക്രിപ്റ്റോയിലായാലും പണത്തിനൊരു ഭാഷയുണ്ട്. അതാണ് നിങ്ങൾ എന്റെ പിറകിൽ കാണുന്ന ചുവപ്പും പച്ചയും മെഴുകുതിരികൾ. ഇതറിയാതെ ഒരാൾ ട്രേഡിംഗിലേക്ക് ഇറങ്ങുന്നത് കണ്ണുകെട്ടി വണ്ടി ഓടിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് നമ്മുടെ കോഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ക്ലാസ് ഇന്ന് തന്നെ നമ്മൾ തുടങ്ങുന്നു. എല്ലാവരും പേനയും പേപ്പറും എടുത്ത് റെഡിയായിരുന്നോളൂ, നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ ചാർട്ടുകൾക്ക് പിന്നിൽ 300 വർഷം പഴക്കമുള്ള ഒരു കഥയുണ്ട്. 18ാം നൂറ്റാണ്ടിലെ ജപ്പാൻ. അവിടെ ഒസാക്ക എന്ന നഗരം. അവിടെ മുനാഹിസ ഹോമ എന്ന ബുദ്ധിമാനായ ഒരു അരിക്കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അരിയായിരുന്നു അവരുടെ ബിറ്റ്കോയിൻ. വലിയ വിലയായിരുന്നു അതിന്. ഹോമ ഒരു വലിയ സത്യം മനസ്സിലാക്കി. അരിയുടെ വില കൂടുന്നതും കുറയുന്നതും വെറും സപ്ലൈയും ഡിമാൻഡും കൊണ്ട് മാത്രമല്ല, അതിനു പിന്നിൽ കച്ചവടക്കാരുടെ വികാരങ്ങൾ കൂടിയുണ്ട്. ആൾക്കാരുടെ പേടിയും അത്യാഗ്രഹവുമാണ് യഥാർത്ഥത്തിൽ വില നിശ്ചയിക്കുന്നത്. ഇതെങ്ങനെ ഒരു ചാർട്ടിൽ രേഖപ്പെടുത്താമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ച രീതിയാണ് ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. അന്ന് അദ്ദേഹം അരിക്കച്ചവടത്തിന് ഉപയോഗിച്ച അതേ തന്ത്രമാണ് ഇന്ന് ലോകത്തിലെ വമ്പൻ ട്രേഡർമാർ വരെ ഉപയോഗിക്കുന്നത്. പലരും ചോദിക്കുന്നു, എന്തിനാണ് ഈ മെഴുകുതിരി? വെറും ഒരു വര അല്ലെങ്കിൽ ഗ്രാഫ് നോക്കിയാൽ പോരെ എന്ന്. ഈ രണ്ട് ചാർട്ടും നോക്കൂ. ഇതിൽ ലൈൻ ചാർട്ട് നിങ്ങളോട് പറയും, ഇന്നലെ വില 100 ഇന്ന് അത് 110 എന്ന്. അതിനുള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് അത് പറയില്ല. ചിലപ്പോൾ വില 90 വരെ താഴ്ന്നിട്ടുണ്ടാകാം, ചിലപ്പോൾ 110 വരെ ഉയർന്നിട്ടുണ്ടാകാം. പക്ഷേ ഇതിൽ അതൊന്നും കാണില്ല. എന്നാൽ കാൻഡിൽ സ്റ്റിക്ക് നിങ്ങളോട് സത്യം മുഴുവൻ പറയും. അതുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചിരിക്കുക, ഇതാണ് ഈ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ഭാഗം. ഒരു കാൻഡിലിന് നിങ്ങളോട് 4 കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ അതിനെ OHLC എന്ന് വിളിക്കും. O മീൻസ് ഓപ്പൺ, അതായത് തുടങ്ങിയ വില. H ഹൈ, ഏറ്റവും കൂടിയ വില. L ലോ, ഏറ്റവും കുറഞ്ഞ വില. C ക്ലോസ്, അതായത് അവസാനിക്കുമ്പോഴുള്ള വില. നമുക്കൊരു ഉദാഹരണം എടുക്കാം. രാവിലെ മാർക്കറ്റ് തുറന്നപ്പോൾ ഒരു കോയിനിന്റെ വില 100 രൂപ, അതാണ് ഓപ്പൺ. ഇടയ്ക്ക് അതിന് ഡിമാൻഡ് വന്ന് 150 വരെ വില പോയി, അതാണ് ഹൈ. ഇടയ്ക്കെപ്പോഴോ കുറച്ച് ആൾക്കാർ അത് പേടിച്ച് വിറ്റ് വില 80 വരെ താഴ്ന്നു, അതാണ് ലോ. ഇനി മാർക്കറ്റ് അടക്കുമ്പോൾ അതിന്റെ വില 120 നിന്നു, അതാണ് ക്ലോസ്. ഇതിൽ 100 തുടങ്ങി 120 അവസാനിച്ചു, അതായത് വില കൂടി. അപ്പോൾ അതൊരു ഗ്രീൻ കാൻഡിൽ ആയിരിക്കും. ഇനി 100 തുടങ്ങി 80 അവസാനിച്ചതെങ്കിലോ, അതൊരു റെഡ് കാൻഡിൽ ആയിരിക്കും. ഇനി ഇതിന്റെ ഷേപ്പ് ശ്രദ്ധിക്കൂ. ഇതിൽ വണ്ണം കൂടിയ ഭാഗത്തെ ബോഡി എന്ന് വിളിക്കും. മുകളിലും താഴെയുമുള്ള നൂലിനെ വിക്ക് അല്ലെങ്കിൽ ഷാഡോ എന്ന് വിളിക്കും. ഇതൊരു യുദ്ധമാണ്, വാങ്ങുന്നവനും വിൽക്കുന്നവനും തമ്മിലുള്ള യുദ്ധം. ബോഡി സൂചിപ്പിക്കുന്നത് ആര് ജയിച്ചു എന്നാണ്. ബോഡി പച്ചയാണെങ്കിൽ വാങ്ങുന്നവർ ജയിച്ചു, ചുവപ്പാണെങ്കിലോ വിൽക്കുന്നവർ ജയിച്ചു. ഇനി വിക്ക് പറയുന്നത് ആ മാർക്കറ്റിൽ എത്ര വലിയ അടിപിടി നടന്നു എന്നാണ്. ഈ കാൻഡിൽ നോക്കൂ, ഇതിന് മുകളിലേക്ക് നീളമുള്ള ഒരു വാലുണ്ട്. അതിനർത്ഥം വാങ്ങുന്നവർ വില മുകളിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു, എന്നാൽ വിൽക്കുന്നവർ അത് തിരിച്ചു പിടിച്ചു. ഇതിനെ റിജക്ഷൻ എന്ന് വിളിക്കും. ഈ വാലുകൾ കാണുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു മെഴുകുതിരിയെ, അതായത് കാൻഡിലിനെ വായിക്കാൻ പഠിച്ചു. ഇനി ഈ കാൻഡിലുകൾ ചേർന്നുണ്ടാകുന്ന ചില രൂപങ്ങളുണ്ട്. അതിനെ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് എന്ന് പറയും. അത് കണ്ടാൽ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും മാർക്കറ്റ് മുകളിലേക്കാണോ അല്ല താഴേക്കാണോ എന്ന്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് മനസ്സിലായവർ താഴെ പ്രസന്റ് എന്ന് കമന്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം. കൂടുതൽ പഠിക്കാൻ ബ്ലോക്ക് പൾസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഒന്നിച്ചു പഠിക്കാം, ഒന്നിച്ചു വളരാം.